ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗ്യാൻവാപ്പി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നതായിട്ടുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ റിപ്പോർട്ടിനെതിരെ ഹൈദരാബാദ് എംപിയും AIMIM അധ്യക്ഷനുമായ അസദുദ്ദീൻ ഉവൈസി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. പലപ്പോഴും വിവാദപരമായ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഉവൈസി. ഊഹാപോഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതും ശാസ്ത്രീയ പഠനത്തെ പരിഹസിക്കുന്നതുമാണ് റിപ്പോർട്ട് എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത്. ഏതെങ്കിലും വിദഗ്ധ പുരാവസ്തു ഗവേഷകരുടെയോ ചരിത്രകാരന്മാരുടെയോ മുമ്പിൽ റിപ്പോർട്ട് സൂക്ഷ്മ പരിശോധനയ്ക്കായി പഠനവിധേയമാക്കിയില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. ASI ഹിന്ദുത്വത്തിനു വേണ്ടി ജോലി ചെയ്യുകയാണെന്നാണ് ഒരു മഹാപണ്ഡിതൻ ഒരിക്കൽ പറഞ്ഞതെന്നും ഒവൈസി എക്സിൽ കുറിച്ചു. റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഹർജിക്കാരായ 5 ഹിന്ദു സ്ത്രീകളുടെ അഭിഭാഷകൻ സൗരഭ് തിവാരിയാണ് വ്യാഴാഴ്ച പുറത്തുവിട്ടത്. പുരാവസ്തു വകുപ്പ് വാരണസി ജില്ലാ കോടതിയിൽ സമർപ്പിച്ച 839 പേജുള്ള റിപ്പോർട്ടിലാണ് നിലവിലെ പള്ളിക്ക് താഴെ ക്ഷേത്രമുണ്ടായിരുന്നതായി പറയപ്പെടുന്നത്. ഭൂമിക്ക് താഴെ നിന്ന് ഹിന്ദു ദേവതകളുടെ വിഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ തൂണുകൾ ഇല്ലാതാക്കാൻ ശ്രമം നടന്നു. മഹാമുക്തി മണ്ഡപത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പള്ളിയുടെ പടിഞ്ഞാറേ ചുമര് ഹിന്ദു ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്നും ക്ഷേത്രം തകർത്തത് 17-ാം നൂറ്റാണ്ടിലാണെന്നും സർവേ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഇദ്ദേഹം ഈ രൂപത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. തൂണുകൾ ഉൾപ്പെടെ പല ഭാഗങ്ങളും പഴയ ക്ഷേത്രത്തിന്റെ ഭാഗമാണ്. സർവേയിൽ 34 ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ദേവനാഗിരി, തെലുങ്ക്, കന്നഡ ലിപികളിലാണ് ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയത്. ജനാർദ്ദനൻ, രുദ്രൻ, ഉമേശ്വരൻ തുടങ്ങിയ ആരാധനാമൂർത്തികളുടെ പേര് ലിഖിതങ്ങളിൽ വ്യക്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് സർവേ റിപ്പോർട്ട് ഇരു കക്ഷികൾക്കും നൽകാൻ അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഹിന്ദു ക്ഷേത്രം തകർത്താണോ 17-ാം നൂറ്റാണ്ടിൽ മസ്ജിദ് നിർമ്മിച്ചത് എന്ന് കണ്ടെത്താൻ 2023 ജൂലൈ 21-ാം തീയതിയാണ് ASIA സർവേക്ക് ജില്ലാ കോടതി അനുമതി നൽകിയത്. ഡിസംബർ 18-ാം തീയതി സീൽ ചെയ്ത കവറിൽ കോടതിക്ക് ASI റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ 4 ആഴ്ചത്തേക്ക് സർവേ റിപ്പോർട്ട് പുറത്തു വിടരുത് എന്ന് ASI കോടതിയോട് അപേക്ഷിച്ചിരുന്നു. ഇതിനെ തുടർന്ന് വലിയ രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ വാരണാസി ഗ്യാൻവാപ്പി മസ്ജിദ് സ്ഥലം മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്നും സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന പ്രസ്താവനകൾ നടത്തരുതെന്നും BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ഗിരിരാജ് സിംഗ് പറഞ്ഞു. ക്ഷേത്രമുണ്ടായിരുന്ന സ്ഥലത്താണ് മസ്ജിദ് സമുച്ചയം നിർമ്മിച്ചത് എന്ന് പുരാവസ്തു വകുപ്പ് സർവേ റിപ്പോർട്ട് ഉദ്ധരിച്ച് ഹിന്ദു ഹർജിക്കാരുടെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് കേന്ദ്ര മന്ത്രിയുടെ ഈ പ്രസ്താവന നിലവിൽ വരുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാൺ പ്രതിഷ്ഠ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. സനാതനികൾ അതിനെ സ്വാഗതം ചെയ്തു. എന്നാൽ ഞങ്ങളുടെ ആവശ്യം എല്ലായ്പ്പോഴും അയോധ്യയും കാശിയും മധുരയുമാണെന്നാണ് ഗിരിരാജ് സിംഗ് പറഞ്ഞത്. എല്ലാ തെളിവുകളും ലഭിക്കുമ്പോൾ കാശി ഹിന്ദുക്കൾക്ക് കൈമാറണമെന്നാണ് മുസ്ലിം സഹോദരന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അങ്ങനെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ കഴിയും. സ്വാതന്ത്ര്യത്തിന് ശേഷം ഞങ്ങൾ ഒരു പള്ളിയും തകർത്തിട്ടില്ല, എന്നാൽ പാകിസ്ഥാനിൽ ഒരു ക്ഷേത്രവും അവശേഷിക്കുന്നില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഞാനിത് പറയുന്നത് ഐക്യത്തിനു വേണ്ടിയാണ്. പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തരുത്. ഇത് മാറിയ ഇന്ത്യയാണ്. സനാതന യുവാക്കൾ ഉണർന്നു കഴിഞ്ഞു എന്നും മന്ത്രി പറഞ്ഞു. ആരെങ്കിലും ബാബറോ ഔറംഗസീബോ ആകാൻ ശ്രമിച്ചാൽ യുവാക്കൾ മഹാറാണ പ്രതാപാകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമാധാനം കാത്തു സൂക്ഷിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. പന്ത് നിങ്ങളുടെ കോർട്ടിലാണെന്നും ഗിരിരാജ് സിംഗ് കൂട്ടിച്ചേർത്തു. കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്ന് ഗ്യാൻവാപ്പി പള്ളി സമുച്ചയത്തെക്കുറിച്ചും ASI സർവേ റിപ്പോർട്ട് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്ക് നൽകുമെന്നും വാരണാസി കോടതി ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു. ശാസ്ത്രീയമായ പഠനങ്ങളും സർവേകളും വാസ്തുവിദ്യ അവശിഷ്ടങ്ങളും തുറന്നു കാട്ടപ്പെട്ട സവിശേഷതകളും മറ്റ് കരകൗശല വസ്തുക്കൾ, ലിഖിതങ്ങൾ,
കല, ശില്പങ്ങൾ എന്നിവയെ കുറിച്ചിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഒരു ഹിന്ദു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുമെന്നാണ് ASI റിപ്പോർട്ടിലുള്ളത്. ASI അവരുടെ നിർണായകമായ കണ്ടെത്തൽ നടത്തി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരുപാട് തെളിവുകൾ കണ്ടെത്തിയെന്നും ASI റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് വിഷ്ണു ശങ്കർ ജെയിൻ പറഞ്ഞു. 15ാം നൂറ്റാണ്ടിലെ മസ്ജിദ് കൈകാര്യം ചെയ്തിരുന്ന അഞ്ജുമാൻ ഇൻഡേസാമിയ മസ്ജിദ് കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ പഠിക്കാനുണ്ട് എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. നേരത്തെ ഗ്യാൻവാപ്പിയിൽ നിലനിൽക്കുന്ന മസ്ജിദിന്റെ തൂണുകളും മറ്റും സംബന്ധിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് ക്ഷേത്രമുണ്ടായിരുന്ന സ്ഥലത്താണ് മസ്ജിദിന്റെ പുനർനിർമ്മാണം നടത്തുകയായിരുന്നു എന്ന് സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ തന്നെ തൂണുകളും മറ്റും ചെറിയ മാറ്റങ്ങൾ വരുത്തി മസ്ജിദിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നും സർവേയിൽ പറയുന്നുണ്ടെന്ന് ജെയിൻ അറിയിച്ചു. തൂണുകളിലും മറ്റ് ഹിന്ദു ക്ഷേത്രങ്ങളുടേതിന് സമാനമായ കൊത്തുപണികൾ ഉണ്ടായിരുന്നെന്നും അവ രൂപമാറ്റം വരുത്തിയ ശേഷമാണ് പള്ളി നിർമ്മാണത്തിനായി ഉപയോഗിച്ചതെന്നും സർവേ പറയുന്നു. മസ്ജിദിന്റെ പടിഞ്ഞാറു ഭാഗത്തുള്ള മതില് മുമ്പ് നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്നും അഭിഭാഷകർ വ്യക്തമാക്കി. കൂടാതെ ഹിന്ദു ദേവതകളുടെ ശില്പങ്ങളും കൊത്തുപണികളുമുള്ള വസ്തുക്കൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയതായും അഭിഭാഷകൻ പറയുന്നുണ്ട്. സർവേ റിപ്പോർട്ട് ഉടൻ പരസ്യമാക്കുന്നതിന് നേരത്തെ വാരണാസി ജില്ലാ ജഡ്ജി അനുമതി നിഷേധിച്ചിരുന്നു. കേസിന്റെ അപകട സാധ്യത കണക്കിലെടുത്തായിരുന്നു തീരുമാനം. അയോധ്യയിലെ രാമജന്മഭൂമി ബാബരി മസ്ജിദ് തർക്കത്തിന് ശേഷം രാജ്യത്ത് നിലനിൽക്കുന്ന നിരവധി സമാനമായ കേസുകളിൽ ഒന്നു തന്നെയാണ് ഗ്യാൻവാപ്പിയിലേത്. ഇതിനു മുമ്പ് തന്നെ ഗ്യാൻവാപ്പി മസ്ജിദിനെതിരെ ഹിന്ദു വിഭാഗം നൽകിയ ഹർജിയിൽ വാദം കേൾക്കാൻ അലഹബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. പള്ളി കമ്മിറ്റി നൽകിയ എല്ലാ ഹർജികളും ഹൈക്കോടതി തള്ളി. പള്ളി പൊളിച്ചുമാറ്റി ക്ഷേത്രം പണിയണം എന്നാണ് ഹിന്ദു വിഭാഗത്തിന്റെ ആവശ്യം. ഈ ഹർജി പരിഗണിക്കുന്നത് 1991 നിയമത്തിന്റെ ലംഘനമാണെന്ന മുസ്ലിം വിഭാഗത്തിന്റെ വാദമാണ് കോടതി തള്ളിയത്. 1991 മുമ്പ് നൽകിയ സിവിൽ ഹർജിയിൽ വാദം കേൾക്കാനും 6 മാസത്തിനകം നടപടി പൂർത്തിയാക്കാനുമാണ് ഹൈക്കോടതി വാരണാസിയിലെ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനമാണ് അലഹബാദ് ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 5 ഹർജികളാണ് സമർപ്പിക്കപ്പെട്ടത്. വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്നാണ് ഗ്യാൻവാപ്പി മസ്ജിദ്. ക്ഷേത്രത്തിന്റെ സ്ഥലത്താണ് പള്ളി നിർമ്മിച്ചത് എന്നാണ് ഹിന്ദു വിഭാഗത്തിന്റെ വാദം. ഇതിനെതിരെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 5 ഹർജികളാണ് സമർപ്പിച്ചിരുന്നത്. പള്ളി കമ്മിറ്റി 3 ഹർജികളും UP സുന്നി വഖഫ് ബോർഡ് 2 ഹർജികളും വാരണാസി കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജി നിലനിൽക്കില്ല എന്നായിരുന്നു മുസ്ലിം വിഭാഗത്തിന്റെ വാദം. 1991 കേന്ദ്ര സർക്കാർ ആരാധനാലയ സംരക്ഷണ നിയമം കൊണ്ടുവന്നിരുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുന്ന വേളയിലുള്ള അതുപോലത്തെ എല്ലാ ആരാധനാലയങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നായിരുന്നു ഈ നിയമത്തിന്റെ കാതലായ വശം. ഈ നിയമം പരിഗണിച്ച് ഹിന്ദു വിഭാഗത്തിന്റെ വാദം തള്ളണം എന്ന് മുസ്ലിം വിഭാഗം വാദിച്ചു. എന്നാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള തർക്കമാണിതെന്ന് ഹിന്ദു വിഭാഗം വാദിച്ചു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കു വേണ്ടി 1991 സമർപ്പിച്ച ഹർജിയിൽ വാദം തുടരാനാണ് ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ നിർദ്ദേശമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടത്. ഹിന്ദു വിഭാഗത്തിന്റെ വാദം ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിച്ചു. നിലവിൽ പള്ളി പരിസരം തൽസ്ഥിതി തുടരണമെന്നാണ് പറഞ്ഞത്. രാജ്യത്തെ പ്രധാന 2 സമുദായങ്ങളെ ബാധിക്കുന്ന കേസാണിത്. 6 മാസത്തിനകം ഹർജിയിൽ തീരുമാനമെടുക്കണമെന്നും വിചാരണ കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഉത്തർപ്രദേശിൽ വിവാദത്തിലുള്ള മറ്റൊരു പള്ളിയാണ് മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ്. ഇവിടെ അഭിഭാഷകരുടെ സമിതിക്ക് സർവേ നടത്താൻ അലഹബാദ് ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. മുസ്ലിം വിഭാഗം സമർപ്പിച്ച ഹർജി തള്ളിയായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. തൊട്ടു പിന്നാലെയാണ് ഗ്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവും വന്നിരിക്കുന്നത്. നന്ദി.